കാലസ്വരൂപനാണ് എന്നാണ് ഇവിടെ ആചാര്യൻ ഗുരുദേവൻ പറയുന്നത്. ഭൂതകാലം, വർത്തമാനകാലം, ഭാവി കാലം എല്ലാം നീ തന്നെയാണ് എന്ന് ഇവിടെ നമുക്ക് സാമാന്യേന മനസ്സിലാക്കാം. എന്നാൽ ഇതിൻ്റെ വേദാന്ത തലം എന്ന് പറയുന്നത് കാലം ഒരു തോന്നലാണ് എന്നാണ്, ദൂരവും ഒരു തോന്നലാണ് എന്നാണ് പറയുക. നമുക്ക് ഒരു ദിവസത്തിന് 24 മണിക്കൂർ ദൈർഘ്യമുണ്ട്. അത് നമ്മൾ കണ്ടെത്തി വെച്ച ദൈർഘ്യമാണ്. ഈ 24 മണിക്കൂർ ഒരു ഉറുമ്പിന് എത്രയോ സംവത്സരങ്ങളുടെ ദൈർഘ്യമായിരിക്കും ആ കാലഗണനയുമായി നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ. അതുപോലെ ഒരു ചിത്രശലഭത്തിന്റെ ആയുസ് 2 മുതൽ 3 ആഴ്ച വരെയാണ്. ഈ ജീവിയുടെ ചിത്രശലഭത്തിന്റെ അനുഭവതലത്തിൽ ഈ 3 ആഴ്ച എന്ന് പറയുന്നത് നമ്മെ അപേക്ഷിച്ച് ഒരു 30 വർഷമായി കൂടാ എന്നില്ല. ഇത് അനുഭവതലത്തിന്റെ വ്യത്യസ്തതയാണ്. ഈ ഭൂതകാലം കഴിഞ്ഞു പോയതും ഭാവി കാലം വരാനിരിക്കുന്നതുമാണ്. വർത്തമാനകാലം അനുഭവിച്ചു തുടങ്ങുമ്പോൾ തന്നെ അത് ഭൂതകാലമായി മാറുകയും ചെയ്യും. ഓരോ അനുനിമിഷം പുറകോട്ട് പോകും തോറും അതൊക്കെ ഭൂതകാലമായിട്ട് മാറുകയും ചെയ്യും. അങ്ങനെ ചിന്തിച്ചാൽ മനസ്സിന് പിടികിട്ടാത്തതാണ് കാലം എന്ന് പറയുന്നത്. സർവ്വതിനെയും വിഴുങ്ങാൻ നിൽക്കുന്നതാണ് കാലം എന്ന് പറയുന്നത്. അപ്പോൾ ആ കാലത്തിൽ നിന്ന്, അതിൽ നിന്ന് ആർക്കും തന്നെ മോചനമില്ല. അപ്പോൾ ഈ കാലത്തിൻ്റെ അപ്പുറം കടക്കാൻ, കാലത്തിൻ്റെ തോന്നൽ നമ്മളിൽ ഉണ്ടാക്കുന്ന ആ അചഞ്ചല സത്യത്തെ അറിയുക എന്നതാണ് കാലത്തിൻ്റെ അപ്പുറം കടക്കുവാനുള്ള മാർഗം എന്ന് പറയുന്നത്. ആ അചഞ്ചലമായ സത്യം നീ തന്നെയാണ്, ദൈവം തന്നെയാണ് എന്നും ഇവിടെ ഗുരുദേവൻ പ്രഖ്യാപിക്കുകയാണ്. പിന്നീട് പറയുന്നത് ഓതുന്ന മൊഴിയും നീ തന്നെ എന്നാണ്. ഈ വാക്കുകളെല്ലാം നീ തന്നെയാണ്, ഈ ശബ്ദങ്ങളെല്ലാം നീ തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ